രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുമ്പിൽ ഹാജരാകണം എന്നുൾപ്പെടെയുള്ള കർശന ഉപാധികൾ കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒപ്പം അന്വേഷണത്തോട് സഹകരിക്കണം തുടങ്ങിയ കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ പോവുകയാണ്. നേരത്തെ ഒന്നാം ലൈംഗിക പീഡന കേസിൽ ഇതേ കോടതി തന്നെയാണ് മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചത്. തുടർന്ന് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ആദ്യ കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 15-ാം തീയതി, അതായത് തിങ്കളാഴ്ച, ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായൊരു വിധി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതേ തിങ്കളാഴ്ചകളിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഷഫീദ്, സർക്കാർ ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് വിശദാംശങ്ങൾ? ഇതിൽ ഏറ്റവും പ്രധാനമായും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതിജീവിതയുടെ പരാതിയാണ്. ഇതിൽ ഈ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അതിജീവിതയുടെ അവകാശത്തിന്റെ ഭാഗമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ള പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും നോട്ട് ടു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ സമാനമായ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന കാര്യം സ്ഥിരീകരിച്ച ഒരു കേസിൽ, രണ്ടാമത്തെ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചതിനെതിരെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ നിലപാട് കടുപ്പിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ പെൺകുട്ടിയുടെ ശക്തമായ മൊഴിയുണ്ട്, മാത്രമല്ല ചില തെളിവടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കും. അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പ്, വടക്കൻ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല വിധത്തിൽ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഈ നീക്കം അത് വളരെ ഗൗരവമേറിയതും പ്രധാനപ്പെട്ടതുമാണെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഇനി ഇക്കാര്യത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്ന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഏറ്റവും ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഫ്രീ ഫ്രം ദ കേസ് എന്ന രീതിയിൽ രണ്ട് കേസിലും, ആദ്യത്തെ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഉണ്ട് 15-ാം തീയതി വരെ, രണ്ടാമത്തെ കേസിലാകട്ടെ അദ്ദേഹത്തിന് ഇപ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിൽ ഉപാധികളോടെ അനുവദിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുലിന് ആവശ്യമെങ്കിൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാം. പക്ഷെ അപ്പോഴും അറസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഭീഷണിയുണ്ട്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ നടപടികൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടയക്കാം. ആ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്ക രാഹുലിനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും ഉണ്ടാകും. അതേസമയം പ്രോസിക്യൂഷൻ ആകട്ടെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് ഈ പ്രോസിക്യൂഷന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം. അതേസമയം കർശന ഉപാധികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വെച്ചത്. എല്ലാ ദിവസവും, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം, അന്വേഷണവുമായി സഹകരിക്കണം, തെളിവ് നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, അങ്ങനെയൊക്കെയുള്ള ഉപാധികൾ അത് രാഹുലിന് മുൻകൂർ ജാമ്യം നൽകുമ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളായി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഈ മുൻകൂർ ജാമ്യം നൽകിയ നടപടിക്കെതിരെ ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കും ഈ മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ എന്നാണ് പാലക്കാട് നിന്ന് വരുന്ന വാർത്തകൾ. നാളെ പാലക്കാടെത്തി വോട്ട് ചെയ്യുമെന്നാണ് സൂചന. എന്നാൽ പുതിയ സർക്കാരിന്റെ നടപടിക്ക് പിന്നാലെ അതിൽ മാറ്റമുണ്ടാകുമോ എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.